Plus One Accountancy ഫൈനൽ എക്സാമിനേഷനിൽ ഒരൊറ്റ സ്ട്രെച്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാം എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അതിനുള്ള ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ. വെൽക്കം ടു എഡുപോർട്ട്. ലിബാൻ സാർ ആണ്. എടാ മക്കളെ, ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 1 മാർക്കിന് ക്വസ്റ്റ്യൻ ചെയ്യണം എന്നുള്ളത്. അതിന് ഇമ്പോർട്ടൻസ് എന്താണെന്ന് അറിയോ? നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നത് 8 മാർക്കിന് ചോദ്യമാണ്. പക്ഷേ അത് ചെയ്യണമെങ്കിൽ നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷേ അതിൻ്റെ പകുതി അല്ലെങ്കിൽ 25% പോലും എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. 8 മാർക്കിന് ചോദിക്കുന്ന ഈ ഫൈനൽ എക്സാമിന് 8 മാർക്കിന് ചോദിക്കുന്ന ഈ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തൂടെ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? 30ഓളം ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്ന 90% ക്വസ്റ്റ്യൻസും ഇതിൽ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ്, എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഓണർ. ബിസിനസിന്റെ ഓണർ നമ്മുടെ ബിസിനസ്സിലേക്ക് എമൗണ്ട് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്താണ് പറയുന്നത്? അതിന് ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പം ഓണർ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, ബിസിനസ്സിന് പൈസ എടുക്കുകയാണെങ്കിൽ അതിനെന്താ പറയാ? അതിന് ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത്. ഡാഷ് ഈസ് എ കളക്ഷൻ ഓഫ് ഓൾ അക്കൗണ്ട്സ് ഡെബിറ്റഡ് ഓർ ക്രെഡിറ്റഡ് ഇൻ ജേണൽ ഓർ ഡേ ബുക്സ്. ജേണലിലോ അല്ലെങ്കിൽ ഡേ ബുക്സിലോ ഡെബിറ്റോ ക്രെഡിറ്റോ ചെയ്തിട്ടുള്ള അക്കൗണ്ട്സുകളുടെ കളക്ഷൻസ് അത് എവിടെ ഉണ്ടാവുക? എല്ലാ അക്കൗണ്ട്സിൻ്റെയും കളക്ഷൻസ് അതെന്താണ്? അത് ലെഡ്ജറാണ്. ഓരോ അക്കൗണ്ട്സിൻ്റെയും കളക്ഷൻസ് എന്താണ്? ലെഡ്ജറാണ്. അപ്പോൾ ജേണൽ എന്താണ്? ഫസ്റ്റ് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ബുക്സ് ആണ് എന്ത് മക്കളെ? ജേണൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് എൻറ്ററിങ് ട്രാൻസാക്ഷൻസ് ഇൻ എ ജേണൽ ഇസ് കോൾഡ്. ജേണൽ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നമ്മൾ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനെന്താ പറയാ? അതിന് ജേണലൈസിങ് എന്നാ പറയാ. അങ്ങനെയാണെങ്കിൽ ലെഡ്ജറിൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനെന്താ പറയാ? അതിന് പോസ്റ്റിംഗ് എന്നാണ് പറയുന്നത്. അസറ്റ് സോൾഡ് ഓൺ ക്രെഡിറ്റ് ആർ എൻറ്റർഡ് ഇൻ. അസറ്റ് സോൾഡ്, അസറ്റ് നമ്മൾ വിൽക്കും. എങ്ങനെ? ക്രെഡിറ്റിന് വിൽക്കുമ്പം അത് എവിടെ റെക്കോർഡ് ചെയ്യും? അത് പർച്ചേസ് ബുക്കിലാണോ? അല്ല മക്കളെ, അത് ജേണൽ പ്രോപ്പറിലാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ പർച്ചേസ് ബുക്കിൽ എവിടെ എന്താ റെക്കോർഡ് ചെയ്യുക? ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ പർച്ചേസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അതേപോലെ സെയിൽസ് ബുക്കിൽ ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ് മാത്രമേ എവിടെ റെക്കോർഡ് ചെയ്യുള്ളൂ? നമ്മൾ സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ക്യാഷ് ആണെങ്കിൽ എന്ത് ചെയ്യും? ക്യാഷ് പർച്ചേസ് ഓഫ് അസറ്റ്, ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ്, ക്യാഷ് പർച്ചേസ് ഓഫ് ക്യാഷ് സെയിൽ ഓഫ് ഗുഡ്സ്, അതൊക്കെ എവിടെ റെക്കോർഡ് ചെയ്യണം? അതൊക്കെ ക്യാഷ് ബുക്കാണ് റെക്കോർഡ് ചെയ്യുക. ക്യാഷുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്യാഷ് ബുക്കിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ. ആരാണ് BRS അഥവാ ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക? അക്കൗണ്ട് ഹോൾഡർ ഓഫ് ദ ബാങ്ക്. അല്ലേ? ബാങ്കിലെ അക്കൗണ്ട് ഹോൾഡർ ആരാണോ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളത്, ആരാണോ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്, പുള്ളിക്കാരനായിരിക്കും BRS പ്രിപ്പയർ ചെയ്യുന്നത്. These type of errors affect the agreement of trial balance. ട്രയൽ ബാലൻസിനെ എഫക്റ്റ് ചെയ്യുന്ന, അഥവാ ട്രയൽ ബാലൻസിൻ്റെ 2 സൈഡുണ്ട്, ഡെബിറ്റ് ക്രെഡിറ്റ്. ഈ 2 സൈഡും ടാലി ആകണ്ടേ? അത് ടാലി ആകാതെ അതിനെ എഫക്റ്റ് ചെയ്യുന്ന, ആ ടാലി ആക്കാത്ത എഫക്റ്റ് ചെയ്യുന്ന എറർ ഏതാണ്? എറർ ഓഫ് കംപ്ലീറ്റ് ഒമിഷൻ അതൊരിക്കലും അല്ല. എറർ ഓഫ് പ്രിൻസിപ്പൽ അതുമല്ല. കോമ്പൻസേറ്റിംഗ് എറർ എന്ന 2 സൈഡും എന്താവും? ടാലി ആയി പോകും. ലാസ്റ്റ് എറർ ഓഫ് പാർഷ്യൽ ഒമിഷൻ. ഒരു സൈഡ് നമ്മൾ കറക്റ്റ് ചെയ്തു, മറ്റേ സൈഡ് പാർഷ്യലി ഒമിറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിലാണ് എന്തുണ്ടാവുക? നമുക്ക് 1 സൈഡ് എറർ സംഭവിക്കാം. സെറ്റല്ലേ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഈസ് ദ ടേം യൂസ്ഡ് ടു ഷോ ദ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് നാച്ചുറൽ റിസോഴ്സ്, അഥവാ നാച്ചുറൽ അല്ലെങ്കിൽ എക്സോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തീർന്നു പോകുന്ന അസറ്റ് എന്നാണ് പറയുന്നത്. സോ മൈനിങ് ക്വാറികൾക്കൊക്കെ അതിൻ്റെ വാല്യൂ കുറയുന്നുണ്ടെങ്കിൽ അതിനെന്താ പറയുക? അതിന് ഡിപ്ലീഷൻ എന്നാണ് പറയുന്നത്. ഫിക്സ്ഡ് അസറ്റിന് FA അഥവാ ഫിക്സ്ഡ് അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പം അത് ഡിപ്രിസിയേഷൻ ആണ്. ഇൻടാഞ്ചിബിൾ അസറ്റിൻ്റെ വാല്യൂ കുറയുമ്പം അത് അമോർട്ടൈസേഷൻ ആണ്. ഒബ്സൊലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അസറ്റ് കാലഹരണപ്പെട്ടു പോകും, അഥവാ പുതിയ ടെക്നോളജി വരുമ്പം പഴയത് ഇല്ലാതെയാകുന്ന കേസ് ഉണ്ടല്ലോ, അതിനാണ് ഒബ്സൊലൻസ് എന്ന് പറയുന്നത്. ഇഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഗിവൺ ആസ് എൻ ഐറ്റം ഇൻ ദ ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് തരൂല, ഓപ്പണിംഗ് സ്റ്റോക്കാണ് തരിക. അഥവാ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസ് തരികയാണെങ്കിൽ അത് എവിടെയാണ് മക്കളെ റെക്കോർഡ് ചെയ്യേണ്ടത്? അത് ക്രെഡിറ്റർ ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ക്രെഡിറ്റർ ഇൻ ട്രേഡിംഗ് അക്കൗണ്ട്, ഷോ ഇൻ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓൾറെഡി ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. ട്രേഡിംഗ് അക്കൗണ്ടാണ് സാധാരണ റെക്കോർഡ് ചെയ്യുക. പക്ഷേ ഇങ്ങനെ അഥവാ നമ്മുടെ ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് ട്രേഡിംഗ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യില്ല. കാരണം അത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ അഡ്ജസ്റ്റഡ് പർച്ചേസിൽ പെടും. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് തിയറാണ്. നിങ്ങൾ ഇവിടെ അത് പഠിക്കേണ്ട, കാരണം ഇത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം എവിടെ അത് കാണിക്കുക? അസറ്റ് സൈഡ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുകയുള്ളൂ. എപ്പോൾ? ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ. സാധാരണ ക്വസ്റ്റ്യൻ നോക്കാം. നിങ്ങളുടെ 8 മാർക്കിന് ചോദ്യം നോക്കിയാൽ കാണാം, അവിടെ ട്രയൽ ബാലൻസിൽ ക്ലോസിംഗ് സ്റ്റോക്ക് തരില്ല. എവിടെ കാണാം? അവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കേസ് ഉണ്ടല്ലോ, അവിടെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഇത് കാണിക്കുകയുള്ളൂ. നെക്സ്റ്റ് എന്താണ്? പ്രീപെയ്ഡ് ഇൻഷുറൻസ് നേരത്തെ അടച്ചു വെച്ചു. അതായത് നമ്മൾ ഇൻഷുറൻസ് നമ്മൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് അടച്ചു വെച്ചു. അങ്ങനെ അടച്ചു വെക്കുകയാണെങ്കിൽ അതെന്താ മക്കളെ? അത് അസറ്റാണ്. അതെന്താണ്? അസറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്താ? അത് ലയബിലിറ്റി ആണ്. അത് ലയബിലിറ്റി ആണ്. നെക്സ്റ്റ്, കോസ്റ്റ് ഇൻകർഡ് ബൈ എ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂ വരുമാനം സൃഷ്ടിക്കാൻ വേണ്ടി നമുക്ക് വന്ന ചെലവുകൾക്ക് അതിനെന്താ പറയാം? അതിന് സിമ്പിളാണ്, എക്സ്പെൻസ് എന്നാണ് എന്ത് ചെയ്യുന്നത്? അതിന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറോ നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി
കൂട്ടുന്ന നമ്മുടെ റവന്യൂ കപ്പാസിറ്റി കൂട്ടുന്ന എക്സ്പെൻസുകൾക്കാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്താ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. അസറ്റ് എന്താ ദ റിസോഴ്സസ് ഹെൽഡ് ഇൻ ദ ഹാൻഡ് ഓഫ് ദ ബിസിനസിന്റെ കയ്യിലുള്ള റിസോഴ്സസിനാണ് എന്ത് പറയുന്നത് അസറ്റ് എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് റിപ്രീസിയേഷൻ ചാർജ് അണ്ടർ ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ്. ഡിമിനിഷിംഗ് ബാലൻസ് അഥവാ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ആ ഡിപ്രീസിയേഷൻ ഇൻക്രീസ് ചെയ്യോ? ഇല്ല മക്കളെ, റിമെയിൻസ് കോൺസ്റ്റന്റ്. അതെവിടെയാണ്? അത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ അല്ലെങ്കിൽ ഫിക്സഡ് മെത്തേഡിലാണ്. ഈക്വൽസ് ടു സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂൻ്റെ ഈക്വൽ ആകുന്നത് വരെ ഡിക്രീസ് എവറി ഇയർ, എല്ലാ വർഷവും എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. സ്ക്രാപ്പ് വാല്യൂ ആകുന്നത് വരെ അല്ലാതെ എന്ത് ചെയ്യും? അതിങ്ങനെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് സ്ക്രാപ്പ് വാല്യൂ ആകുന്നത് വരെ ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ എലമെന്റ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ എലമെന്റ് അല്ല. സോ ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ല. ഇത് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ആൻ എറർ ഓഫ് കമ്മീഷൻ എറർ ഓഫ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെയ്ത് വന്നിട്ടില്ല, അഥവാ നമ്മൾ എന്തോ ഒന്ന് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് പറ്റിപ്പോയി. ഫോർ എക്സാമ്പിൾ 100 എന്ന് റെക്കോർഡ് ചെയ്യേണ്ടത് 90 ആയിപ്പോയി, മിസ്റ്റേക്ക് വന്നു. 100 മുഴുവൻ വിട്ടുപോയാൽ അത് എറർ ഓഫ് ഒമിഷനാണ്. പക്ഷെ 100 റെക്കോർഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയാൽ അതെന്താണ്? അത് എറർ ഓഫ് കമ്മീഷനാണ്. എക്സാമ്പിൾ നോക്കാം. വേജസ് പെയ്ഡ് ഫോർ ഇൻസ്റ്റാളേഷൻ ഓഫ് മെഷീനറി ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. ഇത് മിസ്റ്റേക്ക് ആണ്, ഇത് കമ്മീഷൻ എറർ ആണ്. പക്ഷെ അത് കമ്മീഷൻ എറർ കംപ്ലീറ്റ്ലി അല്ല. കാരണം എന്താ? ഇത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആണ്. എന്താണ്? എറർ ഓഫ് പ്രിൻസി ആണ്. പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് നോട്ട് റെക്കോർഡ് ഇൻ ക്യാഷ് ബുക്ക്. അതാണ്ടോ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി. സോ അതെന്താണ്? അത് ഓമിഷൻ ആണ്. റോങ് ബാലൻസിങ് ഓഫ് ഫർണിച്ചർ അക്കൗണ്ട് എന്ത് ചെയ്തു? റോങ് ബാലൻസ് ആയി. അതെന്താണ്? അത് കമ്മീഷൻ ആണ്. അതാണ് എറർ ഓഫ് കമ്മീഷൻ. പിന്നെ എന്താ ഉള്ളതല്ല? സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ് ക്രെഡിറ്റ് ടു സെയിൽസ് അക്കൗണ്ട്. കണ്ടോ, ഫിക്സ്ഡ് അസറ്റ് റെക്കോർഡ് ചെയ്യേണ്ടത് സെയിൽസ് അക്കൗണ്ട് എന്താ റെക്കോർഡ് ചെയ്യുന്നത്? ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് മാത്രം. അപ്പം ഫിക്സ്ഡ് അസറ്റ് ഒരിക്കലും ക്രെഡിറ്റ് സെയിൽസ് അക്കൗണ്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതെന്താണ്? അതും എറർ ഓഫ് പ്രിൻസിയാണ്. ഏറ്റവും കൂടുതൽ പ്രിൻസിപ്പൽ എററാണ് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് സോൾ ട്രേഡിംഗ് കൺസേൺ ഭാഗമല്ലാത്ത ഒരു കാര്യം എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ട് സോൾ ട്രേഡിങ്ങിന്റെ ഫൈനൽ അക്കൗണ്ട്സിൽ പെട്ടത്, അഥവാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ പെട്ട കാര്യങ്ങളാണ് കേട്ടോ. ബാലൻസ് ഷീറ്റ് പെട്ടതാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പെട്ടാണ്. ക്യാഷ് ബുക്ക് നമ്മുടെ അക്കൗണ്ട്സിന്റെ ഭാഗമാണ്, പക്ഷേ ഫൈനൽ അക്കൗണ്ട്സിന്റെ ഭാഗമല്ല. ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തൊരു ഭാഗമാണ് എന്ത്? നമ്മുടെ ക്യാഷ് ബുക്ക് കേട്ടോ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇക്വേഷൻ. അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് ആണ്. ദ ബുക്ക് ഇൻ വിച്ച് ദ ഓൾ ട്രാൻസാക്ഷൻ റിലേറ്റിംഗ് ടു ക്യാഷ് റിസിപ്റ്റ്സ് ആൻഡ് ക്യാഷ് പേയ്മെന്റ്സ് ആർ റെക്കോർഡ്. ക്യാഷിന്റെ റെസിപ്റ്റും ക്യാഷിന്റെ പേയ്മെന്റ്സും റെക്കോർഡ് ചെയ്യുന്നത് എവിടെ മക്കളെ? അത് ക്യാഷ് ബുക്കിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക. ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒബ്ജക്റ്റീവ് അല്ലേ? ട്രയൽ ബാലൻസ് എന്തിനാ മക്കളെ നിങ്ങൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്? അതിന് 3 കാര്യങ്ങളുണ്ട്. ഒന്നെന്താ? അക്കൗണ്ടിങ്ങിൻ്റെ അരിത്തമെറ്റിക്കൽ അക്കൗണ്ട്സ്, നമ്മുടെ ലെഡ്ജർ അക്കൗണ്ട്സിൻ്റെ അരിത്തമെറ്റിക് അഥവാ അതിൻ്റെ മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ ഉണ്ടല്ലോ, പ്ലസ് മൈനസുകളൊക്കെ, അത് കറക്റ്റ് ആണോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തത് എറേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ എയും ബിയും ശരിയാണല്ലോ. സി നോക്കാം. പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ ഫൈനൽ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാനല്ലേ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അത് പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അതിനും ഈ 3 കാര്യങ്ങളും ശരിയാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താ ശരി ഉത്തരം? ഓൾ ഓഫ് ദീസ്. 4ാമത്താണ് നമ്മുടെ ശരി ഉത്തരം. ചില കുട്ടികൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ വായിക്കും, അസറ്റ് അരിത്മെറ്റിക്കൽ അക്യുറസി, എ ശരിയാണല്ലോ, അപ്പോൾ എ ടിക്ക് ചെയ്യും. എ അല്ല മക്കളെ, എയും ശരിയാ, ബിയും സിയും ശരിയാ. അപ്പം എയും ബിയും സിയും ശരിയാണെങ്കിൽ എന്താ ശരിക്കും ശരി ഇവിടെ 4ാമത്തതാണ്, അഥവാ ഓൾ ഓഫ് ദീസ് ആണ് ശരി. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇക്വേഷൻ. അപ്പം ചിലപ്പം ഈ ഒരു ക്വസ്റ്റൻ ഉണ്ടല്ലോ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ് ഓഫ് ട്രയൽ ബാലൻസ്, അങ്ങനെ എസ്പെഷ്യലി വേറെ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 3 മാർക്കിന് ചോദ്യമായിരിക്കും കേട്ടോ വരിക. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇക്വേഷൻ എന്തെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ് ഈസ് ഈക്വൽ ടു എന്താണ്? സെയിൽ മൈനസ് പർച്ചേസ് മൈനസ് ഡയറക്റ്റ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ്, അഥവാ സെയിലിൽ നിന്നും പർച്ചേസും ഡയറക്റ്റ് എക്സ്പെൻസും മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് കിട്ടുന്നത്. ഫ്രം ദ ഫോളോയിങ് ഐഡന്റിഫൈ ദ സ്റ്റോക്ക് അല്ലേ? താഴെ പറയുന്നത് സ്റ്റോക്കിനെ ഐഡന്റിഫൈ ചെയ്യണം. വിച്ച് റെപ്രസെന്റ് ദ കോസ്റ്റ് ഓഫ് അൺസോൾഡ് ഗുഡ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ. ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ ഒരു വർഷത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ അൺസോൾഡ് വിൽക്കാതെ ബാലൻസ് കിടക്കുന്ന സ്റ്റോക്കിലെ അതിലെന്ത് പേരിലാണ് അറിയപ്പെടുക? സിമ്പിളാണ്, ക്ലോസിംഗ് സ്റ്റോക്കാണ്. അപ്പം ഈ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്കാണ് അടുത്ത വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പം കഴിഞ്ഞ വർഷത്തെ സ്റ്റോക്കിൻ്റെ ബാലൻസ് ആണ് ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഈ വർഷത്തെ ബാലൻസ് ആയി കിടക്കുന്ന സ്റ്റോക്ക് അതിനെന്താ പറയുക? അതിന് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. ദ എമൗണ്ട് ദാറ്റ് ദ ഫേം ഹാസ് നോട്ട് ബീൻ ഏബിൾ ടു റിയലൈസ് ഫ്രം ദ ഡെപ്റ്റേഴ്സ്. നമ്മുടെ ഡെപ്റ്റേഴ്സ് ഉണ്ടല്ലോ, കടം വാങ്ങിയ ആൾക്കാർ അല്ലെ, കടത്തിന് സാധനം വാങ്ങിയ ആൾക്കാർ, അവരുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ എന്ത് ചെയ്യില്ല, പൈസ നമുക്ക് തിരിച്ചു കിട്ടില്ല. അതായത് നോട്ട് ഏബിൾ ടു റിയലൈസ് അഥവാ അവരുടെ കയ്യിൽ നിന്ന് തിരിച്ച് കിട്ടാത്ത ബാലൻസ് ഉണ്ടാവും, അഥവാ കിട്ടൂല എന്ന് ഉറപ്പുള്ള ബാലൻസ് ഉണ്ടല്ലോ, അതിനെന്താ പറയുക? അതിന് ബാഡ് ഡെപ്റ്റ്. ബാഡ് എന്ന് പറഞ്ഞാൽ ഡെപ്റ്റ് കടം ബാഡ്, ചീത്തയായ ഡെപ്റ്റ്, അതിനാണ് ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താ? ഗുഡ് വിൽ, അഥവാ നമുക്ക് കാണാൻ പറ്റൂല. ബിൽഡിംഗ് കണ്ടോ, അതാ എൻ്റെ ബിൽഡിംഗ്, അതാ എൻ്റെ കയ്യിൽ 100 രൂപ ഉണ്ട്, ക്യാഷ് ഉണ്ട്, സ്റ്റോക്ക് എൻ്റെ കയ്യിൽ ഇന്ന
ഇന്ന സ്റ്റോക്കുകളുണ്ട് കാണിക്കാം. പക്ഷേ ഈ ഗുഡ്വിൽ എടാ എൻ്റെ ഗുഡ്വിൽ അടിപൊളിയാണ് പറയാൻ പറ്റും കാര്യമില്ല, കാരണം അത് കാണുന്ന ഒരു ഐറ്റം അല്ല. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, കടത്തിൽ നമ്മൾ സാധനം വിറ്റു ടു അർച്ചനക്ക് നമ്മൾ കടത്തിന് സാധനം വെച്ചാൽ അതുകൂടെ റെക്കോർഡ് ചെയ്യും. ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് ഈസ് റെക്കോർഡഡ് ഇൻ സെയിൽസ് ബുക്ക്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. റീസൺ ഫോർ ഡിഫറൻസ് ഇൻ ദ ബാങ്ക് ബാലൻസ് ആസ് പെർ പാസ്ബുക്ക് ആൻഡ് ക്യാഷ് ബുക്ക് ഈസ് റിവീൽഡ് ബൈ, നമ്മുടെ ബാലൻസിൻ്റെ എന്താ ഇവിടെ ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും ബാലൻസിൻ്റെ ഡിഫറൻസുകൾ ഉണ്ടാകും. ആ ഡിഫറൻസുകൾ നമ്മൾ റിവീൽ ചെയ്യുന്നത് എവിടെയാണ് മക്കളെ? ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റിലാണ്. When a transaction is partially or completely unrecorded in the books of accounts is termed as, നമ്മുടെ ബുക്സിൽ പാർഷ്യലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്തു വിട്ടുപോയി, ഒമിറ്റ് ചെയ്താൽ എന്താണ്? എറർ ഓഫ് ഒമിഷൻ ആണ്. നെക്സ്റ്റ് ഡിപ്രിസിയേഷൻ ചാർജ് ഓൺ, എന്തിനാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക? ഫിക്സഡ് അസറ്റിലാണ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുക. വിച്ച് among the following is not an objective of preparing trial balance? ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒബ്ജക്റ്റീവ് അല്ല. താഴെ പറയുന്നത് ഒന്ന് നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, എന്താണ്? അരിത്മെറ്റിക് അക്യൂറസി അതിൽ പെട്ടതാണ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നത് അതിൽ പെട്ടതാണ്. എറേഴ്സ് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശരിക്കും എന്താ തെറ്റ്? ശരിക്കും തെറ്റ് ഇതാണ്, എന്താണ്? നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ ഒരിക്കലും നമ്മുടെ ട്രയൽ ബാലൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ദ ബുക്സ് ഇൻ വിച്ച് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡ് ഫോർ ദ ഫസ്റ്റ് ടൈം, ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഇവിടെ റെക്കോർഡ് ചെയ്യാം ലെഡ്ജറിലാണ്. സെക്കൻഡ് ആണ് നമ്മൾ ഫസ്റ്റ് ജേണലാണ് റെക്കോർഡ് ചെയ്യുക, സെക്കൻഡ് ആണ് നമ്മൾ ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്തത്. ഓൾ ദ ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ടു ബി പ്രൊവൈഡഡ്, എന്തെങ്കിലും നഷ്ടം വരാൻ സാധ്യത മുൻകൂട്ടി കണ്ടാൽ അത് എന്ത് ചെയ്യണം? അത് റെക്കോർഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഇഗ്നോർ പോസിബിൾ ഗെയിൻസ്, എന്തെങ്കിലും ലാഭം വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് നമ്മൾ റെക്കോർഡ് ചെയ്യരുത്. അത് ഏത് കോൺസെപ്റ്റാണ് മക്കളെ? അത് സിമ്പിളാണ്, പ്രൊഡൻസ് ഓർ കൺസർവേറ്റിസം കോൺസെപ്റ്റാണ്. ദ എമൗണ്ട് സെറ്റ് അസൈഡ് ടു സ്ട്രെങ്തൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ ബിസിനസിന്റെ പൊസിഷൻ അല്ലെ ഫിനാൻഷ്യൽ പൊസിഷൻ സ്ട്രെങ്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന പ്രോഫിറ്റ് ആണ് റിസർവ് അല്ലെ. റിസർവ് എന്ന് പറഞ്ഞാൽ എന്താ? മാറ്റിവെക്കുന്ന ഐറ്റംസ് ാണ് റിസർവ് എന്ന് പറയുന്നത്. ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആരാ പ്രിപ്പയർ ചെയ്യുക? അക്കൗണ്ട് ഹോൾഡർ ഓഫ് ദ ബാങ്ക്, ബാങ്കിന്റെ അക്കൗണ്ട് ഹോൾഡർ ആണ് ഇത് BRs പ്രിപ്പയർ ചെയ്തത്. ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഇൻടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്താ പറയാ? അതിന് അമോർട്ടൈസേഷൻ എന്നാണ് പറയാം. സോഴ്സ് ഡോക്യുമെന്റ് റെക്കോർഡിംഗ് ദ സെയിൽസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺഡ് ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്ത് സോഴ്സ് ഡോക്യുമെന്റിലെ എന്ത് തെളിവാണ് നമ്മുടെ കയ്യിലുണ്ടാവുക അല്ലെ? സെയിൽസ് റിട്ടേൺ ആകുമ്പോൾ അതിന് ക്രെഡിറ്റ് നോട്ടാണ്, പർച്ചേസ് റിട്ടേൺ ആകുമ്പോൾ അതിനെന്താണ്? അതിന് ഡെബിറ്റ് നോട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നെയിം ദ അക്കൗണ്ട് വിച്ച് ഈസ് ടെമ്പററി ഓപ്പൺഡ് ടു അഗ്രി ദ ട്രയൽ ബാലൻസ് ആർട്ടിഫിഷ്യലി, ട്രയൽ ബാലൻസിന് രണ്ട് സൈഡ് ഈക്വൽ ആയില്ലെങ്കിൽ ടാലി ആയില്ലെങ്കിൽ നമ്മൾ എന്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക? അതിനാണ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു, എന്താ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണോ? നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണോ? നെറ്റ് പ്രോഫിറ്റ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണോ? ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആണോ? സിമ്പിളാണ്. എന്താ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്? നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടല്ലോ അല്ലേ, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. അല്ലെങ്കിൽ രണ്ട് രീതി നമുക്ക് പറയാം, ഒന്നുകിൽ ഗ്രോസ് പ്രോഫിറ്റ് നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എന്നും കാണാൻ പറ്റും. സോ ഇവിടെ നോക്കാം, ഇവിടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്തിട്ട് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആഡ് ചെയ്യുക, അതൊരിക്കലും ശരിയാവില്ല. കാരണം രണ്ടും എക്സ്പെൻസും ഇൻകവും ഒരിക്കലും ആഡ് ചെയ്യുന്ന കേസ് ഉണ്ടാവില്ല. നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലെ, നെറ്റ് പ്രോഫിറ്റ് എന്ന് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യുക മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, ഇതെന്താണ്? ഇത് ശരിയാണ്. നെക്സ്റ്റ് ബാക്കി രണ്ടെണ്ണം എന്താണ് മക്കളെ? ബാക്കി രണ്ടും തെറ്റാണ്. നെക്സ്റ്റ് എന്താണ്? ഡാഷ് വിൽ ഡിക്രീസ് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. എന്താണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്? ബിസിനസ്സിന് നെറ്റ് പ്രോഫിറ്റ് എന്ന് ഡിക്രീസ് ചെയ്യുന്ന ഐറ്റം. സാലറി ഡിക്രീസ് ചെയ്യും, വേജും ഡിക്രീസ് ചെയ്യും, സെയിൽസ് കൂടുമ്പോൾ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എയും സിയും ഇതാണ് ശരിക്കത്തെ ആൻസർ. പിന്നെന്താണ്? പാസ്ബുക്ക് ഇസ് എ കോപ്പി ഓഫ്, പാസ്ബുക്ക് എന്തിൻ്റെ കോപ്പിയാണ്? ദ ക്യാഷ് കോളം ഓഫ് ക്യാഷ് ബുക്ക്, ബാങ്ക് കോളം ഓഫ് ക്യാഷ് ബുക്ക്, കസ്റ്റമർ അക്കൗണ്ട് ഇൻ ദ ബാങ്ക് ബുക്ക്. എന്താണ്? നമ്മുടെ കസ്റ്റമർ ഉണ്ടല്ലോ, കസ്റ്റമറുടെ അക്കൗണ്ട്, അത് എവിടെ? ബാങ്കിന്റെ കയ്യിലുള്ള കസ്റ്റമർ അക്കൗണ്ട് ആണ് എന്ത് പറയുന്നത്? പാസ്ബുക്ക് എന്ന് പറയുന്നത്. GST ടാക്സ് ഓൺ കൺസപ്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബേസ്ഡ് ഓൺ ഡാഷ് പ്രിൻസിപ്പൽ. എന്ത് പ്രിൻസിപ്പളാണ് GST മുന്നോട്ട് പോകുന്നത്? എന്താണ്? ഇറ്റ് ഈസ് എ ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസെപ്ഷൻ. അഥവാ ഏറ്റവും അവസാനം ഇതാരാണ് യൂസ് ചെയ്യുന്നത്? അവർക്കാണ് ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും വരുന്നത്, അവർക്കാണ് അതിൻ്റെ മുഴുവൻ ബാധ്യതയും വരുന്നത്. ടൂസ് ആൻ ഇന്റേണൽ യൂസർ, ഒരു ഇന്റേണൽ യൂസർ ആരാ? ബിസിനസിന് ഉള്ളിലുള്ള ആളാണ് ഇന്റേണൽ യൂസർ. അക്കൗണ്ടിങ്ങിന് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്ന ആളാരാ? മാനേജറാണ്. ക്രെഡിറ്ററും ബാങ്കും യൂസ് ചെയ്യും, പക്ഷേ ഇവർ മൂന്നാരും എന്താണ്? ഇവർ എക്സ്റ്റേണൽ ആണ്, ഇവർ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. നെക്സ്റ്റ് അവസാന ചോദ്യത്തിലേക്ക് കിടക്കാൻ, എന്താണ്? ഒരു അക്കൗണ്ടിംഗ് പീരീഡ് അവസാനത്തിൽ ബാലൻസ് ആയി കിടക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി, നമുക്ക് ഒരാൾക്ക് കൊടുക്കാനുള്ള സാലറി, അതെന്താണ്? അത് ലയബിലിറ്റി ആണ്. കാരണം ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ്, സോ അത് ലയബിലിറ്റി ആയിട്ട് കണക്കാക്കണം. സോ നമ്മുടെ 1 മാർക്ക് ക്വസ്റ്റൻസ് ആണ്. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും എന്ത് ചെയ്യുക? നിങ്ങൾ ഷെയർ ചെയ്യണം. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക? ആൾക്കാർക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മക്കളെ, ഓൾ ദ ബെസ്റ്റ്.